ഹലോ ഗൈസ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മളുള്ളത് തെങ്കാശിയിലാണ്. നല്ല പ്രകൃതി ഭംഗിയും നല്ല കാറ്റൊക്കെ ഉള്ളൊരു അടിപൊളി പാറയുടെ മേളിലാണ് ഇന്ന് നമ്മളിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇരുന്ന് നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവാണ്. ലഞ്ച് ഇപ്പം 4 മണിയായി കൃത്യം. നമ്മൾ ആദ്യം ഒരു സ്ഥലത്ത് പോയി, അടിപൊളി വ്യൂ ആയിരുന്നു. പക്ഷേ അവിടുത്തെ തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത തിരക്ക്. ഫുഡ് മേടിച്ച കടയിലും നമ്മൾ ട്രൈ ചെയ്തു, അവിടെയും ഒരു രക്ഷയില്ലാത്ത തിരക്ക്. അങ്ങനെ നല്ലൊരു വ്യൂ തപ്പി നമ്മൾ വന്നപ്പോൾ 360 ഡിഗ്രി മലയും നല്ല കാറ്റും. അപ്പോൾ ഇപ്പോൾ നമ്മൾ എന്താ കഴിക്കാൻ പോണേ? നല്ല കൊത്തു പൊറോട്ടയും കാട ഫ്രൈയും ഇതിൽ തവയിൽ കൊത്തിയ ചിക്കനൊക്കെ കൂടെ നമ്മളൊന്ന് കഴിക്കാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. സാധനമുണ്ട് പിച്ചിപ്പൊട്ട കോഴി. അപ്പം ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് തോന്നുന്നു, കാരണം ഒരുപാട് കാറ്റടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഇരിക്കുന്നത് ഗൈസ്. ഈ പാറയുടെ മേളിൽ ഇരുന്ന് നല്ല ചൂട് കൊത്തു പൊറോട്ട കഴിക്കാൻ വേണ്ടി പോവുകയാണ്. തമിഴ് പത്രത്തിൽ പൊതിഞ്ഞ് നല്ല ചൂട് കൊത്തു പൊറോട്ട, കാറ്റത്ത് ആടുന്ന കൊത്തു പൊറോട്ട. വേണ്ട, നല്ല കല്ലിൽ ഒരുപാട് ഓണിയൻസൊക്കെ ഇട്ടിട്ട് കൊത്തിയെടുത്ത നല്ല അടിപൊളി പൊറോട്ട. ഇത് നല്ല സവാള ഇട്ടിട്ടുണ്ട്, ഞാൻ കണ്ടായിരുന്നു. കുറേ സവാള എടുത്ത് തട്ടി, നല്ല പെപ്പർ തട്ടി, പിന്നെ പൊറോട്ട, പിന്നെ ചിക്കൻ. കഴിച്ചു നോക്കാം. ബിസ്മില്ല. അമ്പോ, ഒരു രക്ഷയില്ല കഴിച്ച്. എനിക്ക് ഒടുക്കത്തെ വിശപ്പെന്ന് പറഞ്ഞാൽ അങ്ങ് അറ്റത്തെ വിശപ്പുണ്ട്. രാവിലെ ഒന്നും കഴിച്ചില്ല. സൂപ്പർ സാധനം കേട്ടോ, സൂപ്പർ സാധനം. നമ്മൾ ഈ സാധനമൊക്കെ മേടിച്ചത് ആയിഷ റഹ്മത്ത് അല്ലേ, റഹ്മത്ത് ആയിഷ എന്ന് പറയുന്ന ഒരു ഹോട്ടലിൽ നിന്നാണ്. ഞാൻ എൻ്റെ ഓവർലായിട്ട് കൊടുക്കാം. സൂപ്പർ ഫുഡ് കേട്ടോ. നല്ല അടിപൊളി മുട്ടയുടെ ടേസ്റ്റ് വരുന്നുണ്ട്. പിന്നെ ഈ തവയിലിട്ട് കൊത്തിയ നമ്മുടെ ചിക്കൻ്റെ ഫ്ലേവർ, പിന്നെ ഈ കാറ്റും അടിപൊളി. ഓ രണ്ടാമത്തെ സാധനം നമ്മളടുത്ത് വന്നിട്ടേ എന്തെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞാൽ മണം സഹിക്കാൻ പറ്റില്ല കേട്ടോ. എനിക്കും നല്ല മണം അടിക്കുന്നു. പട്ടി കിട്ടുന്ന മണം പോണില്ല. ഇതാണ് തവയിൽ കൊത്തിയ നല്ല ബോർഡർ ചിക്കൻ. നല്ല പെപ്പറുണ്ട് ഗൈസ്, നല്ല പെപ്പറുണ്ട്. സവാള ഇതൊക്കെ ഇട്ട് തവയിൽ നമ്മൾ ലൈവായിട്ട് കൊത്തിയ ചിക്കൻ. ഇത് കറിയിലുള്ള ചിക്കനാണ്, അതിനടുത്ത് ആ തവയിലിട്ട് കൊത്തി ഇങ്ങനെ ആക്കിയതാണ് കേട്ടോ. ബിസ്മില്ല. സൂപ്പർ. ഇത് ചിക്കൻ കറിയിലുണ്ടായിരുന്ന ചിക്കനാണ്, അതിനടുത്ത് തവയിലിട്ട് ഗ്രില്ല് ചെയ്ത് കൊത്തിയതാണ്. നല്ല ടേസ്റ്റ്, നല്ല മൈൽഡ് ടേസ്റ്റ്, നല്ല പെപ്പറിൻ്റെ ടേസ്റ്റ് കേട്ടോ. സൂപ്പർ കേട്ടോ, രക്ഷയില്ല. കൊത്തു പൊറോട്ടയുടെ കൂടെ കൊത്തിയ ചിക്കൻ, പിന്നെ ഈ വ്യൂ നിങ്ങൾക്ക് ബാക്കിൽ കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. എടുത്ത് പറയണ്ടല്ലേ ഇത് കണ്ടിങ്ങനെ കഴിക്കാൻ പറ്റുന്നത്. സൂപ്പർ. അങ്ങോട്ട് വിൻമിൽസ് ഉണ്ട്, അങ്ങോട്ട് കാണിച്ചേ കേട്ടോ. വിൻമിൽസ് ഈ ഏരിയയിൽ നമ്മുടെ വെസ്റ്റേൺ ഗാർഡ്സ് കഴിഞ്ഞിട്ട്, അതായത് നമ്മുടെ കേരള ബാക്കിലും ഈ സൈഡിലൊക്കെ, കേരളം കഴിഞ്ഞിട്ടുള്ള ഏറ്റവും ഹയസ്റ്റ് പോയിന്റിലാണ് നമ്മൾ ഇരിക്കുന്നത്. അത് നമുക്ക് കഴിച്ച് വെക്കാം. ബിസ്മില്ല. ഓ ഗായ്സ്, മസ്റ്റായി കൊത്തു പൊറോട്ട. ഇതുകൊണ്ട് കുരുമുളകിൻ്റെ പുറത്ത് ഇപ്പം കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. മസ്റ്റായി ഗൈസ്. നമ്മുടെ അടുത്ത ഐറ്റം ഇത് 2 പൊറോട്ടയാണ് നമ്മൾ എക്സ്ട്രാ മേടിച്ചത്. പൊറോട്ടയും ഗ്രേവിയൊക്കെ കൂടി കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അടുത്ത ലാസ്റ്റിലേക്ക് എടുക്കാം. ആകപ്പാടെ കൊളാബറേഷനായി ഗൈസ്. കലക്കി കേട്ടോ, നല്ല കലക്കി. ഇത് തവയിലിട്ട് ജസ്റ്റ് ഒന്ന് അടച്ചിടാതെ കുക്ക് ചെയ്ത മുട്ടയും ചിക്കൻ്റെ ആ ഗ്രേവി ഇല്ലേ, ആ ഗ്രേവിയും കൂടെ മിക്സാണ്. ആണ് കലക്കി. ദേഹത്ത് ഫുള്ളായി, പറഞ്ഞിട്ട് കാര്യമില്ല. അമ്മാതിരി കാറ്റ്. സൂപ്പർ കലക്കി, പെർഫെക്റ്റ് കലക്കി ഗൈസ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ, ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, കാട ഫ്രൈ. നല്ല അടിപൊളി. ഇത് തവയിലൊക്കെ ഇട്ട് ചൂടാക്കി എടുത്തൊരു കാടയാണ് കേട്ടോ. നല്ല കളർ ചേർത്തിട്ടുണ്ടെന്ന് തോന്നുന്നു, കളർ കണ്ടിട്ടേ. നല്ല റെഡ് കളറ് കാട ഗൈസ്. ഈ വ്യൂവിൽ കാട എങ്ങനെയുണ്ട്? കാട ഫ്രൈ ഗൈസ്, കഴിക്കാം. ബിസ്മില്ല. ഓ ഗൈസ്, സീരിയസ്ലി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് പ്രത്യേക ടേസ്റ്റ്. ഇതിൻ്റെ പുറത്തുള്ള കോട്ടിങ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ വിചാരിച്ചില്ല ഇത്രയും നല്ല കോട്ടിങ് ആണെന്ന്. കാല് നമുക്ക് ഊരിയെടുക്കാം. വാടാ, ആണ് കാട് ലെഗ് പീസ്.
പുതിയതായിട്ട് ഒരാളവിടെ നിൽപ്പുണ്ട്. എടാ സൂപ്പർ സാധനം കേട്ടോ. ഇത് നമുക്ക് പൊറോട്ടയിൽ വെച്ച് കഴിക്കാം. പിന്നെ നമ്മൾ എക്സ്ട്രാ ഒരു പൊറോട്ടയും കൂടെ മേടിച്ചിട്ടുണ്ട്, 2 പൊറോട്ടയും ഗ്രേവിയൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഈ പൊറോട്ടയും നമ്മൾ ഈ കാടയുടെ ഒരു പീസും കൂടെ ഇവിടെ തന്നെ എടുക്കാം. ഇതാണ് ഏറ്റവും പീസുള്ള ഭാഗം, കാടയുടെ ഒരു നല്ല പീസും ഈ പൊറോട്ടയും കൂടെ. അടിപൊളി. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇതിനോട് ഗ്രേവി ഉണ്ടായിരുന്നു, ആ ഗ്രേവി നമ്മൾ എടുത്തിട്ടില്ല. അത്രയ്ക്ക് നല്ല ടേസ്റ്റിയോ, അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. നടന്നിടത്ത് ഇവിടെ എത്തി. ഇവനെ വീഡിയോയുടെ തുടക്കത്തിൽ അവിടെ ആയിരുന്നു, എന്നിട്ട് നമ്മളെ പിറകെ നെയ്തിരുന്നത് പതുക്കെ അവ ഓരോ ഇഞ്ച് ഇങ്ങനെ കയറി വരികയാണ്. നമ്മൾ കഴിച്ച സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ വ്യൂ ഒക്കെ കണ്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ താഴോട്ട് പോവുകയാണ്. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.